പിന്നെ അല്ലാതെ ആ വന്നു വന്നു സാമി സെർഡുകളെ പോലെയാണ് ഞങ്ങൾ ഇന്നത്തെ സ്ട്രീം. നമ്മള് ലൈനപ്പ് ഇല്ലാതെ രണ്ടുപേര് കീബോർഡ് ഇന്ന് കീബോർഡിന് വലിയ യൂസ് ഇല്ല. ഇന്ന് കീബോർഡ് അവനും മൗസ് ഞാനും ആണ്. ഇന്ന് വലിയ യൂസ് ഇല്ല കീബോർഡിന്. നമുക്ക് മൗസിന്റെ POV മൗസ് ഒന്ന് പൊക്കിക്കാണോ നോക്കട്ടെ. പിന്നെ എന്തൊക്കെ അവന് പൊക്കി കാണാൻ കൊമ്പാച്ചലടാ കൊമ്പൂച്ച. ഇത് ചത്തുമല്ലേ ഇപ്പൊ കുടിച്ചത്? അത് ഇന്നലെ പൊട്ടിച്ചത്. കുടിച്ചോ അത് ടെസ്റ്റ് ചെയ്യണല്ലോ. അണ്ണാ മൗസ് കൊള്ളാം. താങ്ക് യുടാ. ലോക്കോ എങ്ങനെ കളയോടാ? നമ്മളൊക്കെ ഇവിടെ ഞാനിവിടെ എത്തിയത് ലോക്കോ നേരമൊക്കെ ഈ അമ്പത്തൂര് ഒരു ദിവസം ജവാൻ എന്തോ കുടിച്ചിട്ട് അതിന്റെ മണ്ടൊന്നും പറഞ്ഞു. സത്യമായിട്ട് അമ്പത്തൂര് പറഞ്ഞില്ല. അതിന്റെ സൈഡ് പൊട്ടിപ്പോടാ, മേളത്തെ സൈഡ്. അതുകൊണ്ടാണ് ഇതാക്കിയത്. മനസ്സിലായ? സത്യം അമ്പത്തൂരൊക്കെ വീണ പിടിക്കാൻ പറ്റുമോ? ഞാൻ നോക്കിയപ്പോണ്ടല്ലോ, ആദ്യമായിട്ടാണ് ടിവിയിൽ ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഒരുത്ത് ഫേസ് ക്യാം ഒക്കെ ഇട്ടിരിക്കണം. അതെ ഇവൻ LX2 ഫേസ് ക്യാം ഒക്കെ ഇട്ട് ലൈവില് നാണം വന്നൊന്നുമില്ല. നിന്റെ പോലല്ല. അവൻ എന്നിട്ട് എന്റെ അടുത്ത് പറയണേ, മീറ്റപ്പിന് വരാൻ പറ്റുമോന്ന് അറിയില്ല, ഞാൻ ഇൻട്രോവേർട്ടാ. അവന്റെ കുറുകല് കേട്ടോ. പ്രീമിയം എടുത്തോ? ഇന്നലെ നമുക്ക് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചും വേണം സുന്ദരി. ഇന്നലെ പുള്ളി നല്ല നമ്മൾക്ക് ചാരിറ്റിക്ക് വേണ്ടിട്ട് ഒരു ഫണ്ട് അയച്ചായിരുന്നു കേട്ടാ. അപ്പൊ പുള്ളി രാത്രി ഒരു ചെറിയ പാർട്ടിക്ക് വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. ഇരുന്ന സമയത്ത് ഒരു വെള്ളാടി പാർട്ടിയിൽ ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് കൂട്ടുകാരനോട് പറഞ്ഞത് പ്രീമിയം അടുക്കാൻ വേണ്ടിട്ട് ഒരു 10,000 രൂപ അയച്ചു കൊടുക്കാൻ. കൂട്ടുകാരന് അതിലും ബോധമില്ലാതെ ഇരിക്കുന്നുണ്ട്. പുള്ളി നേരെ കയറി 25,000 രൂപ അയച്ചു. ഇന്ന് പുള്ളിക്ക് ബോധം വീണ് അക്കൗണ്ട് നോക്കിയപ്പോഴാണ് പൈസ ഇല്ലാതെ അറിയാൻ. പിന്നെ നമ്മള് റീഫണ്ട് ചെയ്ത് കൊടുത്ത്. അയ്യോ എന്തൊക്കെ സീനാണെന്ന് അറിയാതെ. എന്റെ അളിയാ പാവോടാ. അപ്പാപ്പൻ കൊറേ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പാപ്പൻ ഒരു മാസത്തെ സർക്കാരിന്റെ റെന്റ് അടയ്ക്കാന്നൊക്കെ പറഞ്ഞില്ല. അപ്പം പുതിയ ഹോസ്റ്റ് എടുത്ത് 40,000 ഹോസ്റ്റ് എടുത്ത്. അനുമറോ പൈസ കൊടുക്കാൻ ഇപ്പൊ സിറ്റിയാ പോകുന്നില്ല. സുന്ദരിയുടെ ഹെഡ്ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. കെവിൻ എന്തൊക്കെ പ്ലാൻ ആണെന്ന് അറിയാമോ? അത് പറഞ്ഞ വില്ലുമോൻ ഒരു 5,000 രൂപ കൊണ്ട് ഓടിയതാ. ചോദിക്കാൻ കാത്തിരിക്കാ. വില്ലുമോന്റെ 1,000 രൂപ ഉണ്ട് കേട്ടാ. കൊറേ ഉണ്ടാക്കുന്നുണ്ടല്ലോടാ. കൂടി പറഞ്ഞേ. മറ്റേ പയ്യൻ വന്ന് ചന്ദ്രൻ. ഇവ ചന്ദ്രന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ കല്യാണം പോലെ. ഒരാഴ്ച ബാക്കി കാരണം ഒരു കല്യാണം നോക്കുമ്പോ ഹൽദി എല്ലാം ഉണ്ട്. അതുപോലെയാണ് തലേദിവസം ഒരു കേക്ക്. ആഫ്റ്റർ ബർത്ത്ഡേ നിന്നെ കൊടേന്ന് കിക്കിയതല്ല എന്നെ. ചാനൽ പറഞ്ഞു ഇത് അപ്ലൈ ചെയ്തോ? ഉറപ്പാണോ? നിന്റെ അഡ്രസ്സിൽ മെയിൽ കാണിക്കാൻ പറഞ്ഞില്ല. ഞാൻ എന്നാ കൊണ്ടാട് ഇപ്പൊ ലോഗിൻ ചെയ്തു. ഈ കോണ ഞാനിപ്പോ ഗ്യാപ്പ് എടുത്തതിന്റെ കാര്യം പറയട്ടെ. ഗസ്റ്റിനെ സെറ്റ് ചെയ്യുന്നിടം തൊട്ട്
ചോദ്യം ചോദിക്കുന്നിടം വരെ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്തോണ്ട് വരണം. ഇവരുണ്ടല്ലോ കുണ്ണെ പോലെ ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് കോൺഫിഡൻസോടെ മുമ്പിത്തരം ചോദിക്കും ഗസ്റ്റിനോട്. മനസ്സിലായോ? സ്റ്റീവ് ജോസഫ് അത് അപ്ലൈ ചെയ്യാൻ പോയപ്പോഴത്തേക്കാണ് അതില് സത്യം പറഞ്ഞ അടുത്തോണ്ടാണ് ഞാൻ ബോബിനെ ഇതാക്കിയത്. ബോബ് അത് കഴിഞ്ഞപ്പോ ബോബ കഴിഞ്ഞപ്പോഴത്തേക്ക് ലഡാക്കി പോയി ട്രിപ്പിന്. എന്താ ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കണേ. വിളിക്കാം. ചേർത്തേട്ടാ എങ്ങനെയുണ്ട്? വേറെ അപ്പുറത്തിരിക്കുന്ന ഒരു വള്ളിക്കകത്ത് എടാ എനിക്ക് ഓ പിന്നെ മാമുണ്ട് നിന്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയും കൊടുത്തു. ഞാൻ എന്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് കിടന്നേ ഉള്ളൂ. ഞാൻ അങ്ങ് പിന്നെ ഇങ്ങനെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് നീ ഇരുത്ത് മുണ്ടച്ചായോണ്ടാണ് നീ കുറച്ചു മുമ്പേ പോലെ വിളിച്ചോളാണ് അച്ഛനാ. അച്ഛനെ വിളിച്ചില്ലേ? കണ്ണാപ്പിയുടെ അച്ഛനെയാണ് വിളിച്ചത്. ഞങ്ങൾ ദേവദത്തിന്റെ അച്ഛനല്ല വിളിച്ചത്. എനിക്ക് ഒരിക്കലും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ അച്ഛനെ വിളി. പക്ഷെ കണ്ണാപ്പിയുടെ അച്ഛനെ വിളിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സത്യം ഒന്നെങ്കിൽ വിഷം വെച്ച് കൊല്ലണം, അല്ലെങ്കിൽ പിന്നെ ദേവൂട്ടിനെ വളർന്നത് ഇവരെ പോലെ ആയി കഴിഞ്ഞാൽ അപ്പഴേ ഇറക്കി വിടൂല്ലേ വീട്ടിൽ. സത്യം പറഞ്ഞാൽ കണ്ണാപ്പിന്റെ സർവൈവ് ഇതുവരെ എത്തിയാണ് കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് പണ്ടേ വല്ല എലിവേഷൻ കഴിച്ച് തീരേണ്ടതാ കുറച്ചിങ്ങോട്ട് വന്നേ. കഴപ്പിന്. ഞങ്ങൾ സാമി സെർട്ടോളാ ഒരുമിച്ച് നീങ്ങാൻ പറ്റുള്ളൂ. സാമാനം തമ്മിൽ ഒട്ടിയിരിക്കുകയാണ് ചേട്ടാ. സാമാനം തമ്മിൽ ഒട്ടിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു തരം സാമി സെർട്ടുകളാണ്. ഒട്ടാൻ ഞങ്ങക്ക് സാമാനെങ്കിലും ഉണ്ട്. പക്ഷെ നിന്നെ പോലത്തെ ഈ കൊച്ചു സാമാനം വെച്ച് ഒട്ടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് ഭയങ്കര മോശം. കണ്ണാപ്പി ഇന്ന് 8ാമത്തെ ബർത്ത്ഡേ ഉണ്ടോ? അളിയത് പറയാൻ വരികയായിരുന്നു. ഇപ്പൊ ഒരു 40 rupees കിട്ടിയല്ലോ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. അതെ കണ്ണാപ്പി ദേവൂട്ടിന് വേണ്ടി മേടിച്ചോണ്ട് വന്ന ഒരു ഗിഫ്റ്റ്. എനിക്ക് വേണം ഇത്. ദേവൂട്ടന് ഓൾറെഡി ഉണ്ട്. ബാറ്ററി കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടുന്ന് എടുക്കാം. ഇങ്ങനെ സാധനം ആവശ്യമുണ്ടോ കണ്ണാപ്പി? എന്തൊക്കെ സംസാരിച്ച തിരിച്ചു പറയുന്നതാണോ? ചേട്ടാ ഇത് ഇതിന് ആവശ്യമുള്ള സാധനമാണ്. എത്ര രൂപ? ഇത് നീട്ടി വെച്ചേ. നീട്ടി വെച്ചേ. ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ ഡ്രൈവർ അല്ലല്ലോ ഇവിടെ. എടാ അത് ക്യാമറ ഫേസ് കാണിച്ചേ. ഇതിന് 850. കവറിൽ പോലും 850 രൂപ. ഇമ്പോർട്ടഡ് ആണ്. നൈസ് സാധനമാടാ ഇത്. ഞാൻ ഇവിടെ തപ്പി കിട്ടിയില്ല. എന്തിനു ചോക്കി ചുമ്മാ ഇരിക്കുമ്പോ സംസാരിക്കാറുണ്ട്. കിടലും അത് സ്ക്രൂ ഡ്രൈവർ ഇല്ലാണ് ഇവിടെ. ഇല്ല, ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇല്ല. അതിനകത്തുണ്ടാവും. ഈ ഡ്രൈവറാണോ? എടാ ഈകളെ ഒരു സൂപ്പർ ചാറ്റ്. ചക്കക്കൂര് കഴിച്ച് സ്ഫോടനം നടത്തിയ കണ്ണാപ്പിനെ നാട്ടുകാർ തെങ്ങിൽ കെട്ടിയിട്ട് കാച്ചിയെന്ന്. എന്റെ ഗാഡ്ജറ്റ്സ് അവിടെ വാച്ചും ഇതൊന്നും കണ്ണാപ്പിന്റെ റിയൽ നെയിം ദേവദത്ത് എന്നല്ലേ? ദേവദത്തെന്നാണ്. ഇന്ന് വാറുണ്ടോടാ? വെള്ളം 2000 കടിയിലത്തെ എന്താ ചോക്കി അതവനെ എഴുതിക്കൊണ്ട് വന്ന 800. നോക്കിയില്ല. 1800 ഈകളെ 1800 ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ നിനക്ക് തോന്നാ അവല്ല ലഡാക്കിലെല്ലാം പോയേനെ. കള്ളനവൻ. എടാ ഇത് ഇവന്റെ വീട്ടിൽ 11 മണിക്കുള്ളിൽ വിളിക്കണം ബ്രോ. സിറ്റി അപ്പാവാതെ എങ്ങനെയാണ്? എടാ നീ ഇപ്പൊ ജോലി ഇത് ജിമ്മിൽ പോകുന്നുണ്ടല്ലേ കറക്റ്റ് ആയിട്ട് ഡെയിലി? ഇല്ല, ഇന്ന് പോയില്ലളിയാ. ഇന്നലെ പോയാ? ഇന്നലെ പോയില്ല. 3 ദിവസമായി. സിറ്റി അപ്പായോ? അതിനുണ്ടതെ അല്ലെങ്കിൽ ചെയ്താലും തുറക്കാൻ പറ്റുന്നോണ്ട്. ചേട്ടാ കീരിയ പ്രൈവറ്റ് സെർവറിലേക്ക് കളിച്ചിട്ട് എന്നിട്ട് മലയിൽ സംസാരിച്ചിരിക്കുക. ചെറുതായി പോയി. നിന്റെ എന്തൊരു DP ആടാ ഇത്. എടാ ഈകളെ ഈ കണ്ണൻചേട്ടന്റെ വിഷയം ഉണ്ടായിരുന്ന ബർത്ത്ഡേക്ക്? ഇല്ല എടാ അത് കണ്ടില്ല. അത് വീഡിയോ ഉണ്ടോടാ? എല്ലാരും പറഞ്ഞ കാണണം. ഞാൻ തലയില് കെട്ടൊക്കെ മൂക്ക് ഇതൊക്കെ ഞാൻ കാണിച്ചാ. വെയിറ്റ് ചേർത്താ തുറക്കാൻ പറ്റത്തില്ലണ. അപ്പായി DP എന്തോടാ?
എടാ എനിക്ക് ഒരു സ്ക്രീനുള്ളൂ, ആരെങ്കിലും ഒന്ന് ലൈവ് ഇട്ടിട്ടെ. എന്റെ ലാസ്റ്റ് ലൈവ് ഒന്ന് ലൈവ് ഇടോ, ആ ബർത്ത്ഡേ വിഷയം അതിന്റെ ടൈം സ്റ്റാമ്പ് ഇതിലുണ്ട്, അതിന്റെ കമന്റിലുണ്ട്. ഇപ്പൊ ഇത് അപ്പ ആയില്ലെങ്കിൽ ദൈവമേ, അപ്പ എന്ന് പറഞ്ഞമാരെ എല്ലാ സാധനം മുറിഞ്ഞു പോണേ. എടാ കല്യാണം കഴിച്ചിട്ടാ ചുമ്മാ ഇരിടാ. അഡ്മിനോണി മോഡിലാണോ കേരളേ? ചേട്ടാ കല്യാണം അഡ്മിൻ ആണോ? കല്യാണം കഴിച്ച മുളയ്ക്കുന്നില്ല. എടാ പോടാ കൊണ്ട്. ഈലെങ്ങനെ മുളച്ചത്? ഇനിയും മുളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതല്ലേ അന്ദ്ര ഇതാരാ? അവനത് പറിച്ചെടുത്ത് കേട്ടാ. ഇവിടെ എന്താ നോക്കട്ടെ. എടാ നിന്റെ സത്യം പറഞ്ഞ ബർത്ത്ഡേ എന്തുവാടാ? 7 ദിവസോടെ 8 ദിവസോടെ നീക്കൊന്നിച്ച് അവര് പണമാക്കിയ വിത്തൽജിയ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഉടനെ തന്നെ ചെവിട്ടിക്കുത്തി കേറി വരണേട്ടാ, കാത്തിരിക്കുക. ഡ്രീമറേ നിന്റെ ബർത്ത്ഡേ എനിക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ കിട്ടുന്നത് സിറ്റിയിൽ. ചേട്ടാ അതൊന്നും ഇങ്ങനെ കണ്ടു നോക്കില്ലേ? ഹാപ്പി ബർത്ത്ഡേ മൊയൽ ജോഡ്. ഹാപ്പി ബർത്ത്ഡേ മൊയൽ ജോഡ്. ഹാപ്പി ബർത്ത്ഡേ മൊയൽ ജോഡ് ഇൻ ദി ചാറ്റ്.